Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നത് കിടിലൻ പുഡിംഗ് റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ പുഡിംഗാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ പുഡിംഗ് നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പുഡിംഗാണ്. കിടിലൻ ടേസ്റ്റുമാണ്. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസമല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണത് ചൈനീസ് വെച്ചിട്ടും ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ ചെയ്തെടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടതൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഈ പുഡിങ്ങിന് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത് മിൽക്ക് പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് വെക്കുന്നത്. അത് പാകം മധുരമാണ്, കുറവുമില്ല കൂടുതലുമില്ല. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്താലും മതി. 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു തന്നെ ഉള്ളൂ. നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഇത് 1/2 കപ്പ് കോൺഫ്ലവറാണ്. ഇനി ഇതിലേക്ക് ഈ മിൽക്ക് മിക്സിന്നും കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം ആവശ്യമുണ്ട്, കാരണം 1/2 കപ്പല്ലേ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കട്ടകളില്ലാതെ ഒന്ന് ഇതാക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മിൽക്ക് മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഫ്ലെയിം. അല്ലെങ്കിൽ കോൺഫ്ലവർ ഒന്നും വെന്ത് കിട്ടില്ല, പെട്ടെന്ന് തന്നെ കട്ടായി പോവും. അതുകൊണ്ടാണ് പിന്നെ ഒരു വിസ്ക് ഇളക്കാൻ നോക്കുക, കാരണം കട്ടകളില്ലാതെ കിട്ടണമെങ്കിൽ വിസ്ക് തന്നെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പാച്ചില എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കുറുകി കിട്ടുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയാലും 1 മിനിറ്റ് കൈ എടുക്കാതെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് 1 മിനിറ്റ് ആക്കിയ ശേഷം നെയ്യോ ബട്ടറോ ഗ്രീസ് ചെയ്ത പുഡിംഗ് ട്രേയിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ഗ്രീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യാണെങ്കിൽ അതായാലും മതി, ടേസ്റ്റ് ഒന്നും മാറത്തില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും, നമുക്ക് ആക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കിത് ഫ്രീസറിൽ വേണമെങ്കിൽ ഫ്രീസറിലും വെക്കാം, ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. ഞാൻ അപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് പുഡിംഗ് റെഡിയാക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് റെഡിയാക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി 2 വലിയ ക്യാരറ്റാണ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് വെക്കാം, കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കറിൽ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റ് മാത്രം, വെള്ളം ആവശ്യമില്ല, ക്യാരറ്റ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടത് മാങ്ങ വെച്ചിട്ടും ചെയ്യാം. മാങ്ങ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നന്നായിട്ട് ഞാൻ സ്മൂത്താക്കി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പുഡിംഗ് റെഡിയാക്കാൻ പോകുന്ന പാനിലേക്ക് 1 മിനിറ്റ് 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 1
നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അത് നല്ല പാകം മധുരമാണ്, കാരണം നമ്മൾ മിൽക്ക് പൊടിയിലും ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിലും. അപ്പോൾ ഷുഗർ ചേർക്കുന്നുണ്ട്, അപ്പോൾ നല്ല മധുരമായി കിട്ടും. പുഡിങ് നല്ല മധുരം വേണം. പിന്നെ ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ, ഉരുക്കി അലിയുന്നത് വരെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കാൻ. ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ, ഉരുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യം. ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കപ്പ് എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചെടുത്താലും മതി. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുത്താണ്. ഇത് നമുക്കിതിലേക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും, അത് സാരമില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മാറിക്കിട്ടും. ഇനി മാറുന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ ക്യാരറ്റ് പുഡിങ് കൊണ്ട് റെഡി ആയിട്ട് അത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ വീഡിയോ ഞാൻ മിസ്സായി പോയതാണ്. കുറുകി വന്നാൽ നമ്മൾ മിൽക്ക് മിക്സ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ മിൽക്ക് പുഡിങ് നന്നായി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അത് നല്ല പോലെ എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. 1 സ്പൂൺ കൊണ്ട് ആക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുക്കണം നമ്മൾ ക്യാരറ്റിൻ്റെ പുഡിങ്. 1 സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെരിച്ച് കൊടുത്താലും മതി. കാരണം നമ്മൾ അധികം ഒന്നും ഇത് കുറുക്കിയെടുത്തില്ല, കാരണം നല്ല വല്ല കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യാം. ഡെസ്കറ്റിൽ കോക്കനട്ട് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. നമ്മൾ തേങ്ങയല്ലേ, ആ ഒന്ന് ചിരകി എടുക്കുകയോ അല്ലെങ്കിൽ നുറുക്കിയെടുക്കുകയോ ചെയ്താൽ മതി. അതിന് മുകളിൽ ആ ബ്രൗൺ ഭാഗം വേണ്ട. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. കളർ മാറരുത്, ആ വൈറ്റ് കളർ മാറരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഓവർനൈറ്റ് ഞാൻ വെക്കുന്നത്. ഓവർനൈറ്റ് വെച്ചെടുത്താണിത്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ സെറ്റായിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഓവർനൈറ്റ് തന്നെ വെക്കുക. കുറേ ടൈം വെക്കുമ്പോൾ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുഡിങ് വെക്കുന്തോറും ടേസ്റ്റ് കൂടുന്നല്ല പറയല്. നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നമ്മൾ ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, കിടിലൻ ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുഡിങ് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമായാൽ നിങ്ങളുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അവർക്കും ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ചൈന ഗ്രാസ് ഒന്നും ഇപ്പോൾ അധികം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.